യുദ്ധം രാജ്യത്തിന് വേണ്ടിയുള്ള ത്യാഗമാണെന്ന് പലരും പറയും. പക്ഷേ ആ ത്യാഗം ആവശ്യപ്പെടുന്നത് എപ്പോഴും സേനാനികൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, നിരപരാധികൾക്ക് മാത്രമായിരിക്കും. പക്ഷേ ആ യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്തവും ആജ്ഞയും പുറപ്പെടുവിക്കുന്നവരായ പ്രധാനമന്ത്രിമാരും മന്ത്രിസഭയും സുരക്ഷിത കുഴികളിലോ കുപ്പായം മാറ്റി വിദേശങ്ങളിലോ ഒളിച്ചിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടന്നപ്പോൾ ജനങ്ങൾക്കായിരുന്നു വേദന. യുദ്ധമൊരുക്കിയ നേതാക്കൾക്ക് അതിലൊരു ചെറിയ സ്വാധീനവുമില്ലായിരുന്നു. പകരം അവർ രാജ്യത്തെ സുരക്ഷിതമായ ഭാഗങ്ങളിൽ നിന്ന് പത്രസമ്മേളനങ്ങൾ നടത്തി. സിറിയയിൽ, ഗസയിൽ, ഉക്രൈനിൽ ജനങ്ങൾ മരിക്കുമ്പോൾ മന്ത്രിമാർക്കൊപ്പം അവരുടെ കുടുംബങ്ങൾ സുരക്ഷിതമായ പാർക്കുകളിലും തണൽ മരങ്ങളിലും ആയിരുന്നു. നമ്മൾ ചോദിക്കണം, യുദ്ധം ഏത് നിലയ്ക്കും തന്നെ അങ്ങേയറ്റം അന്തസ്സുള്ള കാര്യമാണെങ്കിൽ അവർ ആദ്യം മുന്നിൽ പോകണ്ടേ? സ്വന്തം മക്കളെ അയക്കാൻ അവർ തയ്യാറാകുന്നുണ്ടോ? ആവില്ല. കാരണം യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യം അവർക്കറിയാം. അതാണ് മരണം, നാശം, പിഴവായ രാഷ്ട്രീയത്തിൻ്റെ ഭീകരഫലം. ഇന്നത്തെ യുവത്വം ഈ ഇരട്ട ഭീകരവാദം തിരിച്ചറിയണം. യുദ്ധം നടത്താനും സ്വന്തം ആളുകളെ ത്യാഗം ചെയ്യാനും കമാൻഡ് കൊടുക്കുന്നവർക്ക് ഉത്തരവാദിത്തം ഇല്ലാതെ മാറി നിൽക്കാൻ അവർ അനുവദിക്കരുത്. മുഴുവൻ ലോകം ബോംബിൽ മുങ്ങുമ്പോഴും ചിലർ മുല്ലപ്പൂ നിറമുള്ള ഭാഷണങ്ങളാണ് പറയുന്നത്. നമ്മളാവണം ആ ഭാഷണം തിരുത്തിക്കുറിക്കേണ്ടത്.